നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൗമാരക്കാരിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നു. ഇതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടാകാം. ശാരീരിക മാനസിക മാറ്റങ്ങൾ, സമ്മർദ്ദം, വിഷാദം, ഉത്കണ്ഠ, കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ഭീഷണിപ്പെടുത്തൽ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, സ്വയം മുറിവേൽപ്പിക്കൽ തുടങ്ങിയ പല കാരണങ്ങളുണ്ട്. ഇത് ആശയവിനിമയം, ശ്രദ്ധ, മാനസികാരോഗ്യ സഹായം എന്നിവയിലൂടെയൊക്കെ തന്നെ തടയാം. ഒപ്പം തന്നെ മാധ്യമങ്ങളും രക്ഷാകർത്താക്കളും ഈ വിഷയത്തിലും ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. കാരണം കുട്ടികൾക്ക് ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയതായി തോന്നാം. അവ ശ്രദ്ധയോടെ കേട്ട് പരിഹാരം കാണാൻ സഹായിക്കണം. അത്തരത്തിൽ ഈ പറഞ്ഞവരും ഒന്ന് ജാഗരൂകരായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇന്ന് വന്നിട്ടുള്ള വാർത്തകൾ വളരെ ദുഃഖകരമെന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. കൊല്ലം സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അവിടുത്തെ വനിതാ ഹോസ്റ്റലിൽ ഇപ്പോൾ 2 പെൺകുട്ടികളെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. കോഴിക്കോട് സ്വദേശി സാന്ദ്ര 18 വയസ്സ്, തിരുവനന്തപുരം സ്വദേശി വൈഷ്ണവി 16 വയസ്സ് എന്നിവരാണ് ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. എന്തിനാണ് ഇവർ മുറിയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഈ നിമിഷത്തിൽ പുറത്തു വന്നിട്ടില്ല. ഒരാൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയും മറ്റേയാൾ +2 വിദ്യാർത്ഥിയുമാണ്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം പുറത്തറിയുന്നത്. ദിവസേനയുള്ള പരിശീലന പരിപാടിയിൽ ഇരുവരും പങ്കെടുക്കാത്തതിനെ തുടർന്ന് മറ്റു വിദ്യാർത്ഥികൾ മുറിയിലേക്ക് അന്വേഷിച്ചെത്തുകയായിരുന്നു. കതക് അടഞ്ഞ നിലയിൽ കണ്ടതോടെ ജനാലിലൂടെ നോക്കിയപ്പോഴാണ് ഇരുവരെയും മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇരുവരും ഒരു മുറിയിലായിരിക്കണം അപ്പോൾ താമസമുണ്ടാവുക. എന്താണ് ഈ 2 പേരും മരണത്തിന് പിന്നിലെ കാരണമെന്നുള്ളതും അധ്യാപകരെയും രക്ഷിതാക്കളെയൊക്കെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. വളരെ ഉന്മേഷത്തോടു കൂടി തന്നെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളാണ്. പിന്നെ എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തത് എന്നുള്ള നടുക്കത്തിലാണ് കൂട്ടുകാരികളെല്ലാം തന്നെ. ഇപ്പോൾ ഇങ്ങനെ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസിനെ അറിയിക്കുകയെന്ന്. പോലീസ് എത്തി പരിശോധന നടത്തി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന്റെ നടപടികൾക്കായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിന്റെ കാരണം വ്യക്തമല്ല. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്നാണ് ആത്മഹത്യയ്ക്ക് പിന്നിലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയുള്ളൂ. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 2 ഫാനുകളിലായിട്ടാണ് വിദ്യാർത്ഥികൾ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ആദ്യം വാതിൽ തുറന്നവർ കണ്ടിരിക്കുന്നത്. ഇതുവരെയും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. മുറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പുകളും കണ്ടെത്തിയിട്ടില്ലെന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം. സിറ്റി പോലീസ് കമ്മീഷണർ എത്തി വിവരങ്ങൾ ശേഖരിക്കുകയാണ്. 10ാം ക്ലാസ് വിദ്യാർത്ഥി വൈഷ്ണവി കബഡി താരമാണ്. കഴിഞ്ഞ ദിവസം കല്ലുവാതുക്കൽ നടന്ന മത്സരത്തിൽ വിജയിച്ചിരുന്നു. +2 വിദ്യാർത്ഥി സാന്ദ്ര അത്ലറ്റിക് താരമാണ്. ഇരുവരും ഒരു മുറിയിലാണ് ഫാനിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ഇവർ എത്ര കാലമായിട്ട് സൗഹൃദമുണ്ട്, ഇനി കുട്ടികൾ ആത്മഹത്യ ചെയ്യാനുള്ളതിന് പിന്നിൽ കാരണം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. പോലീസ് കൃത്യമായി തന്നെ അന്വേഷിക്കുകയാണ്. മുറിയും എല്ലാം തന്നെ കൂട്ടുകാരികളുടെ അടക്കം മൊഴികൾ രേഖപ്പെടുത്തും. മുറിയടക്കം കൃത്യമായി പരിശോധിച്ചാൽ മാത്രമായിരിക്കും മരണത്തിന് പിന്നിലെ കാരണം വ്യക്തമാവുകയുള്ളൂ. അതുപോലെ കഴിഞ്ഞ ദിവസം കണ്ണൂർ പയ്യാവൂരിൽ സ്കൂൾ കെട്ടിടത്തിൽ നിന്ന് ചാടി ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനിയും മരിച്ചിരുന്നു. അതും വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയായിരുന്നു. മലയോര പ്രദേശമായ പയ്യാവൂരിലെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് +2 വിദ്യാർത്ഥിനിയുടെ മരണം. പയ്യാവൂർ സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ അയോന മോൺസാനെയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു അയോനയ്ക്ക് പ്രായം. കണ്ണൂർ ചാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് ബുധനാഴ്ച രാത്രി മരണം അയോനയെ തട്ടിയെടുത്തത്. പഠിക്കാനും പഠനേതര പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലായിരുന്ന എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറിയിരുന്ന അയോനയുടെ വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും തീരാ ദുഃഖമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ ഇന്നലെ മരിക്കുകയായിരുന്നു. കുട്ടിയുടെ അവയവങ്ങൾ രക്ഷിതാക്കൾ ദാനം ചെയ്യാൻ സമ്മതപത്രം ഒപ്പിട്ട് നൽകിയതോടെ ഡോക്ടർമാർ മാറ്റി. ലാബ് മോഡൽ പരീക്ഷ നടക്കാനിരിക്കെയായിരുന്നു അപകടം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുട്ടിയെ കുടുംബപരമായിട്ടുള്ള പല കാരണങ്ങളും കുട്ടിയെ മാനസികമായി അലട്ടിയിരുന്നതായാണ് വിവരം. ഈ മാസം 30-ന് അമ്മ വിദേശത്ത് പോകാനിരിക്കെയായിരുന്നു ദുരന്തം.
മോൻസൺ അനിത ദമ്പതികളുടെ മകളാണ്. മാർഫിൻ, ഏഞ്ചൽ എന്നിവർ സഹോദരങ്ങളാണ്. ശവസംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് 2:30 തിരൂർ സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളി സെമിത്തേരിയിൽ നടത്തും. മകളുടെ വേർപാടിന്റെ തീരാ ദുഃഖത്തിനിടയിലും അവയവദാനത്തിന് സമ്മതപത്രം നൽകിക്കൊണ്ട് മാതാപിതാക്കൾ മാതൃകയായി. അയോനയുടെ ഹൃദയം ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്തതോടെ ഈ +2 വിദ്യാർത്ഥിനി ഇനി മറ്റുള്ളവരിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചുവരും. മരണത്തിലും പ്രകാശമായി മാറിയ അയോനയെ കണ്ണീരോടെയാണ് നാട് അനുസ്മരിക്കുന്നത്. പഠനത്തിലും കലാകായിക രംഗങ്ങളിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന അയോനയുടെ വിയോഗം സഹപാഠികൾക്കും അധ്യാപകർക്കും താങ്ങാവുന്നതിലും അപ്പുറമാണ്. വെന്റിലേറ്ററിൽ ജീവനായി മല്ലിടുന്നതിനിടയിലും അയോനയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മാതാപിതാക്കൾ എടുത്ത തീരുമാനം ആ പെൺകുട്ടിയെ മരണമില്ലാത്തവളാക്കി മാറ്റിയിരിക്കുകയാണ്. മകളുടെ വിയോഗം ഉറപ്പായ നിമിഷത്തിൽ അവളുടെ അവയവങ്ങളിലൂടെ മറ്റുള്ളവർ ജീവിക്കട്ടെ എന്ന പിതാവ് മോൻസന്റെയും മാതാവ് അനിതയുടെയും തീരുമാനം കണ്ണീരിനിടയിലും നാടിന് മാതൃകയായി. ഇതിൽ ഹൃദയം ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കായി വ്യോമമാർഗം എത്തിച്ചു. മറ്റവയവങ്ങൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളവർക്ക് കൈമാറി. മരണത്തിലൂടെ മറ്റുള്ളവരിലൂടെ അയോന ജീവിക്കുമെന്ന ആശ്വാസത്തിലാണ് കുടുംബം. ഏതായാലും വളരെ ഒരു മരണം ആ കുട്ടിയുടെ സംഭവിച്ചു. പക്ഷേ അത് ആ രക്ഷിതാക്കൾ ഉൾക്കൊള്ളുകയും ഒപ്പം തന്നെ തൻ്റെ മകൾ മറ്റുള്ളവർക്ക് കൂടി ജീവനാകട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് ആ കുടുംബം ഈ ഒരു ദുഃഖത്തിനിടയിൽ നെഞ്ചു തകർന്നു നിൽക്കുന്ന നിമിഷമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു നിമിഷത്തിലും ഈ ഒരു തീരുമാനമെടുത്തത്. ഇനി കുട്ടി മാനസികമായിട്ടുള്ള ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ്, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. പോലീസിന് കൂടുതൽ അന്വേഷണം നടത്തുമോ എന്നുള്ളതിനെക്കുറിച്ചും സൂചനകൾ പുറത്തു വന്നിട്ടില്ല. ഇതും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇന്നലെ മറ്റൊരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നു. നിറത്തിന്റെ പേരിൽ അധ്യാപകർ അപമാനിച്ചതിൽ മനം തോന്നുന്നു. ബാംഗ്ലൂരിൽ ഒരു സ്വകാര്യ ദന്തൽ കോളേജ് വിദ്യാർത്ഥിനിയും ആത്മഹത്യ ചെയ്തിരുന്നു. യശസ്വിനി ബി എന്ന വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ആഴ്ച മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പ്രിൻസിപ്പൽ അധ്യാപകരും മകളെ നിറത്തിന്റെ പേരിൽ മാനസികമായി പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നതായി പെൺകുട്ടിയുടെ അമ്മ പരിമള പോലീസിൽ പരാതി നൽകി. പ്രിൻസിപ്പലിനും മറ്റു 5 അധ്യാപകർക്കുമെതിരെ സൂര്യനഗർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിനക്ക് കറുത്ത നിറമാണ്, ഒരു ഡോക്ടറാകാൻ യോഗ്യതയുണ്ടോ എന്ന് അധ്യാപകർ മറ്റു കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് പരിഹസിച്ചിരുന്നതായും അമ്മ പറയുന്നു. അധ്യാപകർ തന്നെ വേട്ടയാടുന്നുണ്ടെന്ന് യശസ്വിനി പറഞ്ഞിരുന്നു. പലപ്പോഴും വിഷമത്തോടെയാണ് വീട്ടിൽ വന്നിരുന്നത്. സെമിനാറുകളിൽ പങ്കെടുക്കാൻ അവസരം നൽകാതിരിക്കുകയും കണ്ണുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ അപമാനിച്ചുവെന്നും പരിമള പോലീസിനോട് പറഞ്ഞു. എത്രയും വേഗം തന്റെ മകൾക്ക് നീതി ലഭിക്കണം, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതേസമയം പെൺകുട്ടിയുടെ സഹപാഠികളും മാതാവിന്റെ ആരോപണങ്ങൾ ശരിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ആ കുട്ടി വളരെ മാനസികമായിട്ടുള്ള ഇത്തരത്തിലുള്ള കളിയാക്കലുകളിലൂടെയും മാനസിക സമ്മർദ്ദങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് ഉറപ്പാണ്. ശ്രദ്ധിക്കുക, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക എന്നുള്ള അടിക്കുറിപ്പ് എപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകളുടെ താഴെ എഴുതാറുണ്ട്. നമ്മളത് പറയാറുണ്ട്. അതിജീവിക്കാൻ ശ്രമിക്കുക. അത്തരം ചിന്തകൾ ഉള്ളപ്പോൾ ദിശ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട് നമ്മുടെ ഇവിടെ. അതിലൊക്കെ വിളിച്ച് സംസാരിക്കാനുള്ള അവസരവും ഇന്ന് ഉണ്ട്. അത് 1056 എന്നുള്ളതാണ് ഒരു നമ്പർ. 0471 2555 2056 എന്നുള്ളതാണ് മറ്റൊരു ഹെൽപ്പ് ലൈൻ നമ്പർ. കൗമാരത്തിലെ വലിയ ശാരീരികവും ചിന്തകളിലെയും വികാരങ്ങളിലെയും മാറ്റങ്ങൾ സമ്മർദ്ദം വർദ്ധിപ്പിക്കും. ഇത്തരക്കാർക്ക് വിഷാദം, ഉത്കണ്ഠ, അതുപോലെ തന്നെ പല രീതിയിലുള്ള കുട്ടിക്കാലത്തെ മോശം അനുഭവങ്ങൾ, ഭീഷണിപ്പെടുത്തൽ, പഠനത്തിൽ വിജയിപ്പിക്കാനുള്ള സമ്മർദ്ദം, സ്വയം മുറിവേൽപ്പിക്കാനുള്ള പ്രവണതയും ഇതൊക്കെ തന്നെ ആത്മഹത്യാ ചിന്തകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പല മുന്നറിയിപ്പുകളും ഇത്തരത്തിൽ ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി അത് തൻ്റെ സ്വന്തക്കാരുടെ അടുത്ത് അത് പ്രകടിപ്പിക്കുമെന്നാണ് പറയുന്നത്. ഈ ദുഃഖം, നിരാശ, ദേഷ്യം, പഠനത്തിൽ പിന്നോട്ട് പോവുക, സുഹൃത്തുക്കളിൽ നിന്നും അകലം പാലിക്കുക, മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ സംസാരിക്കുക, ഇതൊക്കെ തന്നെ എപ്പോഴും അവർ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. ഇത് തടയാനുള്ള വഴികളും ഉണ്ടൊപ്പം തുറന്ന് സംസാരിക്കുക. കുട്ടികൾ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. അവരുടെ പ്രശ്നങ്ങൾ നിസ്സാരമായി കാണാതിരിക്കുക. മാനസികാരോഗ്യ സഹായം തേടുക. ആവശ്യമെങ്കിൽ മനഃശാസ്ത്രജ്ഞരുടെ സഹായം തേടുക. ഇതൊരു താൽക്കാലിക പരിഹാരമല്ല. പ്രശ്നങ്ങളെ നേരിടാൻ അവരെ പഠിപ്പിക്കുന്നു. സുരക്ഷിത അന്തരീക്ഷം, ഭീഷണിപ്പെടുത്തലില്ലാത്തതും പിന്തുണ നൽകുന്നതുമായ സ്കൂൾ അന്തരീക്ഷം ഉറപ്പാക്കുക. മാത്രമല്ല മാധ്യമങ്ങളുടെ പങ്കുമുണ്ട്. ആത്മഹത്യ വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അത് മറ്റുള്ളവരെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമോ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സഹായം തേടുന്നതും വളരെ പ്രധാനമാണ്.